നെക്സ്റ്റ് നമുക്ക് ഗീച്ച മെറ്റീരിയലാണ്. ജൂട്ടിൻ്റെയൊക്കെ ആ ഒരു മെറ്റീരിയലിലേക്ക് ഒരു എലഗൻ പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. പ്ലെയിൻ മെറ്റീരിയൽ, ബോട്ടം, ദുപ്പട്ട ഇതാ ഇങ്ങനെ ടെസറാണ്, പ്യുവർ ടെസറാണ്. പ്രൈസ് വരുന്ന 4950. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ. ജൂട്ടാണ് മെറ്റീരിയൽ. ഡ്രൈ വാഷ് ചെയ്യണം, സ്ലിപ്പാവാതെ നോക്കണം, ലൂസ് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്യണം. കാരണം ഇത് നമ്മളുടെ ആം ഹോളിലൊക്കെ വളരെ ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഈ മെറ്റീരിയൽ ഇങ്ങനെ ഇങ്ങോട്ട് പിഞ്ചി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് വളരെ താല്പര്യമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞവർ, കാരണം ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു ബ്രീത്തബിളാണ്. ജൂട്ട് മെറ്റീരിയൽ ഗീച്ച അതൊന്നും ഞാൻ പറഞ്ഞു തരണ്ട, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ അത്ര കെയർ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. 4950 ആണ് പ്രൈസും വരുന്നത്. കാരണം ഇത് നമുക്ക് കൊണ്ടുപോയി നിങ്ങൾ കെയർലെസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും, അതുപോലെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യും. സെറ്റായി കഴിയുമ്പോഴേക്കും കുറച്ച് ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പതുക്കെ ഇവിടെ പിഞ്ചി കഴിയുമ്പോഴേക്കും പൂർണ്ണോളിൽ സിൽക്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ കറക്കി ഒരു വീക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മുന്നേ പറയുന്നത്. ഈ സെയിം സാധനം തന്നെ കൊണ്ടുപോയിട്ട് പ്രശ്നമായിട്ട് തിരിച്ച് വന്നവരുണ്ട്. അതുപോലെ തന്നെ ഇത് നോർമൽ വാഷ് പോസിബിൾ അല്ല. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ അറിയാം, പക്ഷെ ഞാൻ ഇത്രയും ഹൈലി ഡിമാൻഡഡ് ആയിട്ട് ഞാൻ എൻ്റെ ഈ മെറ്റീരിയലിനെ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ സ്നേഹിക്കുന്നവരും ഇത് അറിയുന്നവരും ഒരുപാട് പേരുണ്ട്, അവർ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഞാനിതിങ്ങനെ സ്ട്രിക്ട്ലി ബാൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇത് നമുക്ക് നന്നായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അവർ കൊണ്ടുപോയിട്ട് അവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ അങ്ങോട്ട് ടൈറ്റായിട്ട് അടിച്ചു ഈ മസിൽ റൗണ്ട്. കൈ ഒന്ന് ഇങ്ങനെ പൊക്കുകയും താത്തയും ചെയ്ത വഴി തുണി പിഞ്ചി. അപ്പോൾ കുറച്ച് ലൂസ് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്യുക. ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഞാനൊന്നും പറയണ്ട. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ തുറന്ന് പറയുന്നത്. നിങ്ങൾ കംഫർട്ടായിട്ട് യൂസ് ചെയ്യുക. ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ട് മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം ഇതൊരു ഉപയോഗം കഴിഞ്ഞോ 2 ഉപയോഗം കഴിഞ്ഞോ കൊണ്ടുവന്ന് നമുക്ക് കടയിൽ കൊണ്ടുവന്ന് തന്നാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ്, അതിങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. വർഷങ്ങളായിട്ട് ജൂട്ട് മാത്രം സാരിയിലൊക്കെ ഭയങ്കര ഹൈലി ഡിമാൻഡഡ് ആണ്. ഞാൻ ഈ കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഈ മെറ്റീരിയലെ കടയിൽ നിന്ന് എടുത്ത് മാറ്റിയതായിരുന്നു, എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത് കസ്റ്റമറുടെ വീണ്ടും ഉള്ളൊരു റിക്വസ്റ്റ് മൂലം ജൂട്ടിൻ്റെ മെറ്റീരിയൽ ഇട്ടതാണ്. അപ്പം 4950 ആണ്. സോറി ഞാനിങ്ങനെ ഇത്ര പറഞ്ഞില്ല, കാരണം ഇത് നിങ്ങൾ അറിയാതെ പർച്ചേസ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് തിരിച്ച് വരരുത്. ഇതൊക്കെ നോക്കൂ. ഇത് ജെൻസ് ഷർട്ട് അടിക്കുന്നവരെ ഉണ്ട് പ്യുവറിൽ വന്നിട്ട്. കാരണം ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഇത് കണ്ടോ, ഈ ഖാദി പോലെ ഇങ്ങനെ ഈ ഗീച്ച മെറ്റീരിയൽ പ്യുവറാണ്, ജൂട്ടാണ്, ഹാൻഡ്ലൂമാണ്. ഇതൊരു ജെൻസ് ഷർട്ട് അടിക്കണമെങ്കിൽ തന്നെ എന്തായിരിക്കും അതുകൊണ്ട് ഇത് അറിയാവുന്നവർക്ക് അറിയാം ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. ഇത് നോക്കൂ, എത്ര നല്ല കളർ കോമ്പിനേഷനാണെന്ന് നോക്കൂ. ഒരു ബ്രിക്ക് മസ്റ്റർഡ് ഇങ്ങനെ വരുന്നു. ഇതിലേക്ക് നല്ല ഒരു 2 പ്ലൈ ടെസറിൽ വന്നിട്ടുള്ള ദുപ്പട്ട കോൺട്രാസ്റ്റ് കൊടുത്തു. ഇത് പ്ലെയിനാണ് മെറ്റീരിയൽ. എലഗൻ്റ് ലുക്കാണ് ഇതിന്. അതിനപ്പുറത്തേക്ക് കടന്നിട്ട് നമുക്കൊന്നും പറയാനില്ല. ഇത് വീണ്ടും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് 2.5 മീറ്റർ ആയിരിക്കും ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടാകുക ബാക്കിൽ. അതുപോലെ തന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും പെട്ടെന്ന് സ്ലിപ്പാവും. പിന്നെ നിങ്ങൾക്ക് ലെങ്ത്ത് കിട്ടണമെങ്കിലും വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യേണ്ടി വരും. മെറ്റീരിയലെല്ലാം നല്ല സേഫാണ്. പക്ഷേ കെയർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് കെയർ ചെയ്യണം. ഇത് വരുമ്പോഴേക്കും ഇങ്ങനെ വരുന്നു, ചെറിയ കളറ്. നല്ല കോമ്പിനേഷനാണ്, പക്ഷേ ഹാൻഡിൽ വിത്ത് കെയർ. ഇത് വരുമ്പോഴേക്കും ഇങ്ങനെ വരുന്നു, ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കളറ്. ഇങ്ങനെ വരുന്നു. നല്ലൊരു പർപ്പിൾ കളർ ടോൺ. ബോട്ടം ഇങ്ങനെ വരുന്നു. ഈ ഒരു കളറിന് ഞാൻ എന്താ പറയണേ, ഗ്രേ അല്ല, ഒരു പിങ്ക് കളർന്ന്, ഒരു തവിട്ട് നിറം കലർന്ന് വന്ന ഒരു ടാൻ ബ്രൗൺ
യെസ്, ആ ഒരു കളർ കോംബോ ആണ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നെക്സ്റ്റ് നമുക്ക് ബീട്രൂട്ട് കളറാണ്. ഒരു ബീട്രൂട്ട് ആ ഒരു കളർ ടോൺ. ഇതിലേക്ക് വരുന്ന ബോട്ടം, ദുപ്പട്ട. ഇതാണ് മെറ്റീരിയൽ വരണേ, കളർ കോംബോ. ഇത് നല്ലൊരു ഗ്രേ, ഒരു ബ്ലൂയിഷ് ഗ്രേ കളർ ടോൺ. ഇതൊക്കെ ഇങ്ങനെ മില്ലിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള പാർട്ടികളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ വന്നതാണ്. നമുക്ക് അത്രയും നല്ലൊരു സേഫ് മെറ്റീരിയലാണ്, പക്ഷെ ഹാൻഡിൽ വിത്ത് കെയർ. ഇതെങ്ങനെ വരുന്നു, ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് പീച്ച് ആ ഒരു കോമ്പിനേഷൻ. ഇത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് ലൈൻ മാത്രം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഹൈലൈറ്റ് കൊടുത്താൽ. ഇതിപ്പോൾ 2.5 മീറ്ററിലേക്ക് റണ്ണിങ് മെറ്റീരിയലായിട്ടാണ്. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ഒരു അസാധ്യമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലേക്ക് ദുപ്പട്ട വരുമ്പോഴേക്കും ലാവൻഡർ ബോട്ടം. ഇതെങ്ങനെ വരുന്നു, ഇതാണ് ബോട്ടം വരുന്നത്. ഇത് ലാവൻഡർ കോൺട്രാസ്റ്റ് ആയിട്ട് റിവേഴ്സ് വന്നു. ഒലിവ് ഗ്രീൻ ദുപ്പട്ട വരുന്നു. നെക്സ്റ്റ് നമുക്ക് ടെസർ മെറ്റീരിയലാണ്. 2 പ്ലൈയിൽ വന്നിട്ടുള്ള സോഫ്റ്റ് ടെസർ മെറ്റീരിയൽ. 5090 ആണ് പ്രൈസ് വരുന്നത്. സെൻട്രൽ പാർട്ട് ഫുൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ പാർട്ടിലേക്ക് നമുക്ക് എംബ്രോയ്ഡറി വരുന്നു. ബോട്ടം പ്ലെയിൻ കളറിലേക്ക് ദുപ്പട്ട, 2 സൈഡ് വർക്ക് വന്നിട്ട് ടെസർ ദുപ്പട്ട. നെക്സ്റ്റ് ഒരു വാടാമല്ലി കളറ്. ഇത് വർക്ക് വരുന്നു, ബോട്ടം ദുപ്പട്ട, 2 സൈഡ് ഇങ്ങനെ വർക്കായിട്ട് വരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഈ ജൂട്ടും ടെസറും വരുമ്പോഴേക്കും ഒരു പ്രീമിയം കളക്ഷൻസ് ആണ്. അത് പ്രൈസ് റേഞ്ച് അങ്ങനെയാണ്. ആ മെറ്റീരിയലും അതാണ്, പ്യുവർ സിൽക്കാണ്. ബോട്ടം ദുപ്പട്ട. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വീഡിയോയിൽ വന്ന ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട് സെറ്റുകൾക്കൊക്കെ ഹൈലി ഡിമാൻഡായിരുന്നു. ആ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കളക്ഷൻസ് ആ ടെസർ സിൽക്ക് എന്ന് പറയുമ്പോഴേക്കും അതിന് വരുന്നൊരു എലഗൻസാണ്. നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ആണ് ഈ മെറ്റീരിയൽ. 5090. ഇത്തരത്തിലുള്ള ഒരു ക്ലാസി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നവൻ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, സിഗ്നേച്ചർ കളക്ഷൻസ് എന്നൊക്കെ പറയുന്ന. ദുപ്പട്ട ലാവൻഡർ വരുന്നു. ഇതൊരു ഡാർക്ക് ഗ്രീൻ, ടെസറിൽ വരുമ്പോഴേക്കും ആ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഷൈനിങ് കൂടെ കയറി വന്നിട്ട് ഈ ഒരു കളറായിരിക്കും. ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. ഇതെല്ലാം വർക്ക് വന്നതാണ്. വീവിങ് ആയിട്ട് വന്നിരിക്കുന്ന ടെസർ സെറ്റുകളാണെങ്കിൽ ഒരു 4 to ആ ഒരു റേഞ്ച് ആയിരിക്കും. പക്ഷേ ഇതെല്ലാം വർക്ക് വന്നതുകൊണ്ട് 5090 ആണ് പ്രൈസ് വരുന്നത്. ബോട്ടം ദുപ്പട്ട നല്ല സോഫ്റ്റാണ്. ഇത് നമ്മൾ ഇടുമ്പോഴൊക്കെ ടെസറിൻ്റെ മെറ്റീരിയലിൻ്റെ ആ ഒരു പ്രൗഡ് ആൻഡ് എലഗൻസ് എന്നാണ് പറയുന്നത്. ആ ഒരു ഫ്ലോയിനെസ്സും ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന ആ ഒരു മെറ്റീരിയലിനുള്ള ഒരു പ്രൗഡിയാണത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.